ഹായ് ഗൈസ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷോർട്സ് ചാനലിൽ സാധാരണ നമ്മളെല്ലാവരും മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മ്യൂസിക്കുകളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമോ അതോ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സാധാരണയായി ഷോർട്സൊക്കെ ഇടുമ്പോൾ നമ്മൾ അതിൽ പല മ്യൂസിക്കുകളും പല സൈറ്റിൽ നിന്നും അതേപോലെ പല ആപ്ലിക്കേഷനുകളിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സാധാരണ നമ്മളുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത്യാവശ്യം മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാനൽ റീച്ചിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ അത്യാവശ്യം റീച്ചിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുവഴി നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനും പറ്റും. പക്ഷെ നമുക്ക് ഇതിൽ വരുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഷോർട്സ് വീഡിയോ നമ്മൾ സ്വയം എടുത്ത് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് ഉപയോഗിക്കുന്നത് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് മോണിറ്റൈസേഷൻ പൂർണ്ണമായും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടാനുള്ള ട്രിക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളുടെ ഒരു ഷോർട്സ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെറിയ രീതിയിൽ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നല്ല വ്യൂസും അതേപോലെ തന്നെ റീച്ചും ലഭിക്കും. അതുവഴി നമ്മളുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനും കഴിയും. അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്കുകളൊക്കെ നമുക്ക് നമ്മളുടെ ഷോർട്സിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം വ്യൂസ് ലഭിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഷോർട്സ് ഇടുന്നതും പല രീതിയിലാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് ഒരു 30 സെക്കൻഡിന് മുകളിലേക്കുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ചാനൽ എത്രയും പെട്ടെന്ന് റീച്ചിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഒരു 30 സെക്കൻഡോളമുള്ള വീഡിയോ ഇടുക. അപ്പോൾ അതിൽ ഒരു കുറച്ച് ഭാഗം നമുക്ക് നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളുടെ ആ വീഡിയോയിലേക്ക് ആൾക്കാരെ പിടിച്ചിരുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ ക്ലിക്കാവും. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ വീഡിയോസ് ഷോർട്സ് ഇടും. അപ്പോൾ അതിനെന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഇടുന്ന ഇതിന് ഒരു കാര്യം യൂട്യൂബ് നോക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ ഇടുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സിന് റിപ്പീറ്റഡ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ, റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഷോർട്സുകൾ മാത്രമേ വൈറലാവുകയുള്ളൂ. അതിനും പ്രധാന കാരണം, പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷോർട്സും വൈറലാവുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി 30 സെക്കൻഡിന് മുകളിലേക്ക് ഇടുക. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന മ്യൂസിക്കൊക്കെ ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് ലഭിക്കും. അതേപോലെ തന്നെ റിലേറ്റഡ് ആയ ടാഗുകൾ ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഷോർട്സ് ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ റീച്ചിലേക്ക് എത്തുകയും അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുവാനും കഴിയും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ജയ് ഹിന്ദ്.